ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇൻഷാല്ലാ എല്ലാവരും വരണം. ഇന്ന് തുടങ്ങി ഓപ്പൺ ചെയ്തു. ഞാൻ കുറേ ആൾക്കാരുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. എല്ലാവരും ഇന്ന് വരും എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പോൾ ഏതായാലും അള്ളാഹുവിൻ്റെ എന്താ പറയുക അതുകൊണ്ടില്ല എല്ലാം റാഹത്തായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഒന്ന് അടുത്തേക്ക് നമ്മളെ അലറി പറയണം. ഞാൻ മൈക്കെടുത്തിട്ടുണ്ടല്ലോ. കോക്കൂര് സെൻറ്ററിൽ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത്. മലപ്പുറം കോക്കൂര്, അതായത് ചങ്ങരംകുളം, എടപ്പാൾ കഴിഞ്ഞ് ചങ്ങരംകുളം കഴിഞ്ഞിട്ടുള്ള വളയംകുളം കഴിഞ്ഞിട്ടുള്ള കോക്കൂര്. പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം തന്നിട്ട് ഓൺലൈൻ ഉണ്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓൺലൈനും ഉണ്ട്. മെയിൻ ഓൺലൈൻ, നമുക്ക് ഓൺലൈൻ വിട്ടൊരു പരിപാടിയില്ല. പിന്നെ എല്ലാവർക്കും വന്ന് പോകാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കടയാക്കിയതേ ഉള്ളൂ കേട്ടോ. ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഇല്ലെങ്കിലും ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ മുത്തുമണികൾ. ഒരു ഹായ് തമ്പിട്ടോ, തമ്പിട് ഉദ്ഘാടനം നമ്മുടെ മമ്മൂസ് തന്നെയാണ് കേട്ടോ. നമ്മൾ വേറെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല, അതായത് സെലിബ്രിറ്റി ആയിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ രണ്ട് ഉമ്മമാരും അപ്പുറം നിർത്തി ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. ഞങ്ങളുടെ മക്കൾസും എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളോട്ട് ഓപ്പൺ ചെയ്തു കേട്ടോ. അങ്ങനെ സെലിബ്രിറ്റീസിനൊന്നും വിളിച്ചില്ല. എടുത്തോ രണ്ട് മിനിറ്റ് തന്നോട്ടെ. കൊണ്ടുവരാട്ടെ കൈ എത്രയല്ലേ? 600 വെച്ചോ പോട്ടെ. നിങ്ങൾ കൊടുക്കി കൈ അതിന് തിരിച്ച എന്താ രൂപ ഉമ്മച്ചിന്റെ പർച്ചേസ്. ഇഷ്ടായോ? ഓ നല്ല രസം. വളരെ രസം തന്നെ. നമ്മളുടെ നല്ല തന്നെ. ഇന്ന് നമ്മള് അപ്പോൾ മുത്തുമണികളെ റാഹത്തായി അൽഹംദുലില്ലാ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, വീണ്ടും പറയാം. മലപ്പുറം കോക്കൂരിലാണ് വരുന്നത്, അതായത് ബോർഡർ ആണ് വരുന്നത് കേട്ടോ. പാലക്കാടിൻ്റെ ബോർഡറാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ നിയർ ആണ് വരുന്നത്. ചങ്ങരംകുളം കോക്കൂര്, അതായത് വളയംകുളം കോക്കൂര് ആ ഒരു റൂട്ടാണ് വരുന്നത്. ഇനി വന്നെടുക്കുന്നവർക്ക് വന്നെടുക്കാം. അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും വരിക, സാധനം എടുക്കുക. ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൺലൈനിലും അവൈലബിൾ ആണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, മാക്സി എന്ന് പറഞ്ഞാൽ 200-250 മാക്സികളല്ല ഉള്ളത്. ബ്രാൻഡഡ് ആയ കമ്പനി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡേൺ ന്യൂജൻ മാക്സികളാണ്. നമ്മുടെ ഒരു കോട്ടൺ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ 350 എബോവ് ആണ് കേട്ടോ. അതായത് ആ ഒരു ടൈപ്പിലുള്ള ആ ഒരു കോസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാക്സികളാണ്. അങ്ങനത്തെ അത്രയും നല്ല റേറ്റുള്ള ക്ലോത്തിലുള്ള മാക്സികളാണ്. കഫ്താൻ മാക്സി, ഫ്രോക്ക് മാക്സി, ഫ്രിൽ മാക്സി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗൗൺ മാക്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം ന്യൂജൻ ആയിട്ടുള്ള മോഡേൺ മാക്സികളാണ് നമ്മൾ കേട്ടോ. ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാം, കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ലാ. അപ്പം നാളെ മുതൽ നമുക്ക് എല്ലാ മാക്സിൻ്റെയും ഓൺലൈനിൽ വീഡിയോ ഉണ്ടാകും, ഫോട്ടോസ് ഗ്രൂപ്പിലുണ്ടാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ നിന്നോളൂ കേട്ടോ. അതുപോലെ
അപ്പോൾ മുത്തുമണികളെ ഇതാ അവ കുഴങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയത്തായി 6 ആവാനായിട്ടോ. എല്ലാവരും പോയി. 2 ആളെ നമുക്ക് സ്റ്റാഫായി വെച്ച സ്റ്റാഫായിട്ടല്ല ഞാൻ അവരെ കാണുന്നത് പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് 2 ആളാണ് സ്റ്റാഫായിട്ട് വെച്ചത്. ഇപ്പോൾ എല്ലാവരും പോയിട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ സംശയമുണ്ട് എപ്പോഴാണ് കൂപ്പൺ എടുത്തവർക്കുള്ള നമ്പർ എപ്പോഴാണ് കിട്ടുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇന്നലെ നമ്മുടെ കയ്യിൽ കൂപ്പൺ നമ്പർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒന്ന് ഫ്രീ ആയി നാളെ മുതൽ ഓൺലൈൻ വഴിക്ക് 50 രൂപ തന്നിട്ട് കൂപ്പൺ എടുത്തവരുടെ പേരുകൾ എഴുതിക്കൊണ്ടുള്ള നമ്പറിൻ്റെ ഫോട്ടോ തരും കേട്ടോ. ഇന്ന് രാത്രി കൂടി 50 രൂപ കൂപ്പൺ ഉള്ളൂ. അതെന്താ 50 രൂപ കൂപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൂപ്പൺ കൊടുക്കുന്നുണ്ട്. അത് 10 ദിവസമുണ്ട്. കാരണം നമ്മൾ വീഡിയോയോ ഫോട്ടോയോ ഒന്നും ഇടാതെ നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴിയിലെ. അപ്പോൾ അതുകൊണ്ട് 10 ദിവസം കൊണ്ടാണ് ഏകദേശം കംപ്ലീറ്റ് നമ്മുടെ വീഡിയോ ആവുള്ളൂ. അതുകൊണ്ട് 10 ദിവസം നീട്ടി വെച്ചത്. ഇപ്പോൾ കഫ്താൻ വാങ്ങുന്നവരുണ്ടാവും, ഗൗൺ മാക്സി വാങ്ങുന്നുണ്ടാവും, ഷാൾ മാക്സി വാങ്ങുന്നുണ്ടാവും, അൽഫയും വാങ്ങുന്നവരുണ്ടാവും, ഷോൾ ഇല്ലാത്ത റയോൺ മാക്സി വാങ്ങുന്നവരുണ്ടാവും അല്ലേ. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വാങ്ങുന്നവർക്കും നമ്മുടെ വക ഓപ്പൺ ചെയ്തല്ലേ ഒരു കൂപ്പൺ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ 10 ദിവസത്തെ വീഡിയോ ഓരോ സെക്ഷൻ ചെയ്യുമ്പോഴും എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കൂപ്പൺ കൊടുക്കും. പിന്നെ 50 രൂപ ഓൾറെഡി വെച്ച കൂപ്പൺ എന്ന് വെച്ചാൽ ഒരു കൂപ്പണിൻ്റെ പൈസ കിട്ടാനോ നിങ്ങളിൽ നിന്ന് 50 രൂപ വാങ്ങിയിട്ട് പിരിവെടുക്കാനോ ഒന്നും അല്ല കേട്ടോ. അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല. നമ്മൾ കയ്യിൽ 200-250 ഒന്നും മാക്സികളില്ലല്ലോ. ഒക്കെ കമ്പനി മാക്സികളാണല്ലേ. അധികം 500 രൂപ റേഞ്ചാണ് നമ്മുടെ മാക്സികൾക്കൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് വാങ്ങാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എന്നോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ കുറേ ആളുകളുണ്ട് വാങ്ങാട്ട് കഴിയുന്നില്ല. എന്നാലോ എന്നോടൊരു സഹകരണം കാണിക്കുന്നവരുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇതിലൊക്കെ ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ കൂപ്പൺ എടുക്കാൻ പറ്റാത്തത് എന്നുള്ള കൂപ്പൺ കിട്ടാത്തതെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊരു 50 രൂപേൻ്റെ കൂപ്പൺ വെച്ച് കൊടുത്തതാണ് സത്യത്തിൽ. അതായത് ഇല്ലാത്തവരെന്നല്ല, പക്ഷേ ഒരുപാട് പേര് അതായത് മാക്സി വാങ്ങുന്നവർ വരെ 3-4 കൂപ്പൺ എടുത്തു. എന്നോടൊരു ഒരു സഹകരണം കാണിക്കാനാണ് തോന്നുന്നു. വാങ്ങും എന്നുള്ള ആൾക്കാർ വരെ കൂപ്പൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അഥവാ ചില ആൾക്ക് വാങ്ങാൻ പൈസ ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക 15 പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കണം കേട്ടോ. സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 500 രൂപ റേഞ്ച് വരുന്ന മാക്സികൾ തന്നെ നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൂപ്പൺ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നും ആർക്കും വേണ്ട. പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ, എണ്ണേൻ്റെ വീഡിയോ ഇട്ടിരുന്നു. എണ്ണേൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരുടെയൊക്കെ നറുക്കെടുപ്പ് അതൊക്കെ വഴിക്ക് വരിട്ടൊന്നും നമ്മൾ മറന്നിട്ടില്ല. എല്ലാം ഈ ഒരു 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് കറക്റ്റാവും. വീഡിയോ മുടങ്ങാതെ കണ്ടോളൂ. ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് പറയാം. നമ്മുടെ ഇതിൻ്റെ വീഡിയോ അല്ല 10-ാം തീയതി അല്ല, ഞാൻ പറഞ്ഞു നിങ്ങളോട് 10-ാം തീയതിയെ തോന്നുന്നു. സൺഡേ ആണ് വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ നറുക്കെടുപ്പ് എടുക്കാൻ. ഏതായാലും ഈ വരുന്ന ഞായറാഴ്ചയിലെ അടുത്ത ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ കൂപ്പൺ കൊടുക്കും. ഇങ്ങനത്തെ കൂപ്പൺ ഉണ്ടാവും കേട്ടോ. പിന്നെന്താ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഫൗസിയ റീസല്ല. ഞാൻ ഫൗസിയ നിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവർക്ക് അറിയില്ല, എനിക്ക് മനസ്സിലാവും. ഞാനാണ് ഈ പറയുന്നത്. ഒരുപാട് ഫൗസിയമാരുണ്ട്, പക്ഷേ ആ ഫൗസിയക്ക് മനസ്സിലാവും നിന്നെപ്പറ്റി ഞാൻ പറയുന്നത്. ഒരുപാട് കോളിനി അടിച്ചു. അപ്പോൾ ദയവ് വിചാരിച്ച് കസ്റ്റമേഴ്സ് ഇന്ന് എൻ്റെ ഒരു ഷോപ്പിന് ഉദ്ഘാടനമാണ്. എത്രയോ ഗ്രൂപ്പിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അധികം പരിചയമില്ലാത്ത ആളുകൾക്കേ അറിയാത്തുള്ളൂ. അല്ലാതെ ഇവർക്ക് സംബന്ധിച്ച് അറിയാം. അന്നത്തെ ദിവസം കണ്ടിന്യൂ കോൾ അടിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. കാരണം പിന്നെ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഗ്രൂപ്പിൽ കറക്റ്റ് കാര്യങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം. പിന്നെ അതുപോലെ കുറേ ആൾക്കാർക്ക് സാധനം കിട്ടാൻ വൈകിട്ടില്ല. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്രാവശ്യം വിഷു അതുപോലെ ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലേ വിഷു. ഇതൊക്കെ കഴിഞ്ഞ് താത്തൻ്റെ ഇപ്പോഴും തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് വിചാരിക്കേണ്ട. പറഞ്ഞു വന്നത് എങ്ങനെയാണ് കേട്ടോ. അതായത് അതിൻ്റെ ഇടയിൽ കുറേ ലീവ് വന്നു അല്ലേ. 14-ാം തീയതി മുതൽ അങ്ങോട്ട് കുറേ ലീവ് വന്നു അല്ലേ. ഇപ്പോൾ 28-ാം തീയതി 14 to 28 14 ദിവസമായി. അതിൻ്റെ ഇടയിൽ ഈസ്റ്ററിൻ്റെയും ദുഃഖവള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ലീവ് വന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ബോട്ടിക്കിനെ പറ്റിയ ഓട്ടപ്പാച്ചിലായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ ഒരു ഷോപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഫുൾ കംപ്ലീറ്റ് നമുക്ക് കയറ്റിൽ തരാം. ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് എല്ലാ കാര്യം ഞാൻ തുറന്നടിച്ച് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, മെഞ്ഞാന്ന് വരെ ഇവിടെ പണിക്കാരായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ നല്ല ചൂട് AC വെക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ AC വെക്കാൻ നമുക്ക് എളുപ്പമാണ്. EMIക്കൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ നല്ല കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ വിചാരിച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലോ നമുക്ക്. അപ്പോൾ കുറച്ച് ഫാനും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ ഒരു ഔട്ടർ ഫാനൊക്കെ വെക്കുക, ചൂട് ഹീറ്റ് പുറത്തെടുക്കാമെന്നൊക്കെ വെച്ച് ഇന്നലെ രാത്രി പണിക്കാർ, ഇന്നലെ ഉച്ചയ്ക്ക് ഇക്കാണെങ്കിൽ അല്ലെങ്കിൽ എന്നും ഫ്രീ ഉള്ള ആളാണ്. പക്ഷേ ഒരാഴ്ചയായിട്ട് ഒരു 8-10 ദിവസമായിട്ട് പുള്ളി പുറത്തായിരുന്നു. ഇപ്പോൾ ഇന്നലെ മെഞ്ഞാറ്റാണെന്ന് ഫ്രീ ആയിട്ട് എനിക്ക് ആളെ കിട്ടിയത്. ഞാൻ തന്നെയായിരുന്നു കംപ്ലീറ്റ് ഇതിന് വേണ്ടി ഓടി അലഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ആയപ്പം ഈ സ്ലിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്സായിട്ടുണ്ട്. ഇവരുടെ ആഴ്ചയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടാത്തവരുടെയൊക്കെ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല സത്യത്തിൽ. അപ്പോൾ അവരുടെയൊക്കെ പരാതികളൊക്കെ 2 ദിവസം കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്യും. ഓക്കെ, ഞങ്ങൾ നോക്കട്ടെ. പിന്നെ ഇതിന് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു പോസ്റ്റ് ഓഫീസിൽ പോയി കിട്ടിയ സ്ലിപ്പ് ഒരാൾ പേരില്ലാതെ അവിടെ പ്രിൻറ്റ് മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കിട്ടിയത്. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ചില ആളുകളുടെ സാധനം. അത് ഇന്നത് കൊണ്ടാണ്. അതെന്താണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ബാങ്ക് കൊടുത്തു, മരിബാങ്ക് കൊടുത്തിട്ടും.
അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്, സാധനം കിട്ടാത്തല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ കണ്ടിന്യൂ വിളിച്ചിരുന്നു. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഇനി മുതൽ ഫ്രീ ആയിരിക്കും, ഓൺലൈനിൽ ഉണ്ടാവും. പിന്നെ കുറികളുടെ ഒക്കെ കാര്യങ്ങളിൽ കുറേ ആൾക്കാരൊക്കെ ചോദിക്കണമൊക്കെ റെഡിയാക്കാം. ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല. പിന്നെന്താ പ്രോഫിറ്റിൽ എമൗണ്ട് ഇറക്കുന്ന കാര്യം കുറേ ആൾക്കാർ വിളിച്ചിരുന്നു, കച്ചവടത്തിലേക്ക് ഫണ്ട് ഇറക്കുന്നതിനെ പറ്റിയിട്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും കുറേ കോളുകൾ വന്നുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് പറയണേ. എല്ലാം ഇൻഷാ അല്ലാ നാളെ മുതൽ 1 മുതൽ തുടങ്ങും. ബേജാറിൻ്റെ ആൾക്കാർ പർച്ചേസ് വരരുത്. ഭയങ്കര ടെൻഷനുള്ള ആൾക്കാർ നമ്മൾ പറ്റിച്ചു, നിങ്ങൾ ചതിച്ചു, അങ്ങനത്തെ പറ്റിക്കലും ചതിക്കലൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ബ്ലോക്കും കാര്യമൊക്കെ അന്വേഷിക്കാൻ ടൈം കിട്ടാത്തത് കൊണ്ട് ഇതിനിടെ പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്തോ പറയണം വിചാരിച്ചല്ലോ, എന്തോന്നും കൂടി നിങ്ങളോട് പറയണം വിചാരിച്ചു, ഓർമ്മ കിട്ടുന്നില്ല. ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ. ഹോൾഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റില്ല. അത് വേറെ കാര്യം, ഹോൾഡ് ചെയ്തെടുക്കാൻ നടക്കില്ല. അതൊക്കെ അപ്പം തന്നെ പേയ്മെൻറ്റ് ഇടുക. അത് നടക്കുള്ള എത്ര പരിചയമുള്ളവരാണെങ്കിൽ ദയവായി പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു 24 hours ഒക്കെ ഓക്കെ. ചിലപ്പോൾ ഗൂഗിൾ പേ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഗൂഗിൾ പേ ഉണ്ടാവില്ല, ആരെങ്കിലും കണ്ടിട്ടൊക്കെ പേയ്മെൻറ്റ് എടുപ്പിക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർ ഓക്കെ. 24 മണിക്കൂറിൻ്റെ അപ്പുറം ഹോൾഡ് ചെയ്ത് വെക്കില്ല. വേറെയുള്ളവർക്ക് നമ്മൾ കൊടുക്കട്ടോ. അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കാണിച്ചിട്ടോ ഷോൾ മാക്സി കുറേ ദിവസമായി കണ്ടിട്ട്. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോൾ മാക്സി കാണിച്ചിട്ടില്ലല്ലോ. സൂപ്പർ. അത് ഇപ്രാവശ്യത്തെ പ്രത്യേകത. കുറേ ആൾക്കാർക്ക് കറുപ്പ്, നേവി ബ്ലൂ, മെറൂണ് ഇത് ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികളുണ്ട് കേട്ടോ. ബ്ലാക്ക് തന്നെ എടുക്കുന്ന, നേവി ബ്ലൂ തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ കുറേ വ്യക്തികൾ വേറെ കളറുണ്ടോ ചോദിച്ച് വരുന്നവരുണ്ട് കേട്ടോ. വേറെ കളറിൽ ഇഷ്ടം പോലെ ഷോൾ മാക്സി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നാളെ കാണിക്കാം. ഗൗൺ മാക്സിയും കഫ്താനും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ, കാച്ചിയ എണ്ണ ഉണ്ട്. പിന്നെ എൻ്റെ മേലെ സോപ്പുകളുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള സോപ്പാണ്. എണ്ണയുണ്ട്. പിന്നെന്താ ഇത്രയൊക്കെ തന്നെയുള്ള. എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചിലവില്ലേ എന്ന് ചോദിക്കാമെന്ന് ചില ആൾക്കാരുണ്ടല്ലേ. ചിലവൊക്കെ എങ്ങനെ ഇപ്പോൾ തരും. ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിലവിട്ടില്ല. ഇനി ഏതായാലും എന്നെ കാണാനുള്ളവർക്കൊക്കെ ഇവിടെ ഷോപ്പിൽ വന്ന് കണ്ടു പോവാല്ലേ. അപ്പോൾ വീഡിയോ ഇവിടെ ഇപ്പോൾ തൽക്കാലം അതിൻ്റെ പെയ്യട്ടെ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. നാട്ടിൽ വന്നവർക്ക് നാളെ പോകും, ഉമ്മച്ചൊക്കെ നാളെ പോകും, എല്ലാവരും നാളെ പോവാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കാണ് തൊട്ടുമ്പോൾ ഞാനും എൻ്റെ ഇവിടെയുള്ള 2 ആൾക്കാരും പിന്നെ നമ്മുടെ മമ്മൂസ് പപ്പ അങ്ങനെയൊക്കെ ആയിട്ട് ഒതുങ്ങാൻ പോവുകയാണ്. പിന്നെ നിങ്ങളിലേക്ക് ഞാൻ ഇനിയും വരാൻ പോവാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വിട്ടിക്കാൻ തുടങ്ങിയിട്ടില്ലേ. എന്തോരടങ്ങേറ് മക്കളെ വീഡിയോടായിട്ട്. എന്താ പറയുക, എന്തൊക്കെയോ പറയട്ടെ, എന്തൊക്കെയോ പോലെ. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ എന്താ പറയാൻ മറന്നോ, ഓർമ്മട്ടില്ല. അപ്പം എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.